21 ദിവസം ഫാത്തിമ മാതാവ്. പഴയ നിയമത്തിലുടനീളം ദൈവം തൻ്റെ മഹാകരുണയാൽ തൻ്റെ ജനത്തെ തന്നിലേക്ക് തിരികെ വിളിക്കാൻ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. അടുത്ത കാലത്തായി ദൈവം തൻ്റെ അമ്മയെ അയക്കുന്നു. ഈ നൂറ്റാണ്ടിലെ ദൈവമാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണം 1917 പോർച്ചുഗലിലെ ഒരു ചെറിയ ഗ്രാമമായ ഫാത്തിമയിൽ നടന്നു. നമ്മുടെ പാപങ്ങളുടെ ഫലമായി നാം സ്വയം വരുത്തി വയ്ക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ നമ്മുടെ മാതാവ് അവിടെ വന്നു. അതായത് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, മഹാമാരികൾ, സഭയെ പീഡിപ്പിക്കൽ, നരകത്തിലേക്കുള്ള നിരവധി ആത്മാക്കളുടെ നഷ്ടപ്പെടൽ, ഇവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ. ദൈവം തൻ്റെ മഹാകരുണയാൽ തൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈ ദുരിതങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. സ്വന്തം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനായുള്ളൊരു പ്രത്യാശാ പദ്ധതി ഫാത്തിമയിൽ നമ്മുടെ സ്വർഗസ്ഥയായ അമ്മ വെളിപ്പെടുത്തി. 1915 ലൂസിയ ഡി ജീസസ് ദോസ് സാന്റോസ് ഉൾപ്പെടെ 4 പെൺകുട്ടികൾക്കൊരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ജപമാല ചൊല്ലുന്നതിനിടയിൽ മഞ്ഞിനേക്കാൾ വെളുത്തതും അല്പം സുതാര്യവും മനുഷ്യരൂപമുള്ളതുമായ ഒരു മേഘം പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് അവർ കണ്ടു. ഇതേ ദർശനം 2 തവണ കൂടി സംഭവിച്ചു. പെൺകുട്ടികളെ അത്ഭുതപ്പെടുത്തി. 1 വർഷത്തിന് ശേഷം ലൂസിയ തൻ്റെ 2 കസിൻസായ ഫ്രാൻസിസ്കോ, ജസീന്ത മാട്ടോ എന്നിവരോടൊപ്പം ആടുകളെ മേയ്ക്കുകയായിരുന്നു. ഇത്തവണ മാലാഖ വളരെ വ്യത്യസ്തമായ സവിശേഷതകളോടെയാണ് വന്നത്. അവൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ്, എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. തുടർന്ന് അവൻ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് 3 തവണ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും നിന്നിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. നിന്നിൽ വിശ്വസിക്കാതെയും നിന്നെ ആരാധിക്കാതെയും സ്നേഹിക്കാതെയും നിന്നിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. എന്നിട്ട് അവൻ കുട്ടികളോട് പറഞ്ഞു, ഇപ്രകാരം പ്രാർത്ഥിക്കുക: യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഹൃദയങ്ങൾ നിങ്ങളുടെ യാചനകളുടെ ശബ്ദത്തിന് ശ്രദ്ധ നൽകുന്നു. ഈ വാക്കുകളോടെ മാലാഖ അവരെ വിട്ടുപോയി. കുട്ടികൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചതിനാൽ അവർ ഈ പ്രാർത്ഥന ആവർത്തിച്ച് സാഷ്ടാംഗം പ്രണമിച്ചു. അവർക്കനുഭവപ്പെട്ട ഈ പ്രത്യേക അന്തരീക്ഷം ക്രമേണ അവരെ വിട്ടുപോയി. താമസിയാതെ 3 കുട്ടികളും ഒരുമിച്ച് കളികളിൽ ഏർപ്പെടുവാൻ തുടങ്ങി. മക്കളിൽ മൂത്തവളായ ലൂസിയ 1907 മാർച്ച് 22 ജനിച്ചു. 7 പേരിൽ ഇളയവളായിരുന്നു. ഫ്രാൻസിസ്കോ 1908 ജൂൺ 11 ജസീന്ത 1910 മാർച്ച് 11 ജനിച്ചു. ഒരു ദിവസം മൂവരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാലാഖ വീണ്ടും അവരെ സന്ദർശിച്ച് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രാർത്ഥിക്കൂ, വളരെയധികം പ്രാർത്ഥിക്കൂ. യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഹൃദയങ്ങൾക്ക് നിങ്ങൾക്കായി കരുണാമയമായ പദ്ധതികളുണ്ട്. അത്യുന്നതിന് നിരന്തരം പ്രാർത്ഥനകളും ത്യാഗങ്ങളും സമർപ്പിക്കൂ. അവർ എങ്ങനെ ത്യാഗം ചെയ്യണമെന്ന് ലൂസിയ ചോദിച്ചു. മാലാഖ മറുപടി പറഞ്ഞു, കർത്താവിനെ മുറിപ്പെടുത്തിയ പാപങ്ങൾക്ക് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിനുള്ള യാചനയായും നിങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഒരു ത്യാഗം അർപ്പിക്കുക. അങ്ങനെ നിങ്ങളുടെ രാജ്യത്തിന് സമാധാനം നൽകുക. ഞാൻ അതിൻ്റെ കാവൽ മാലാഖയാണ്, പോർച്ചുഗലിൻ്റെ മാലാഖ. എല്ലാറ്റിനും ഉപരിയായി കർത്താവ് നിങ്ങൾക്ക് അയക്കുന്ന സഹനങ്ങൾ സ്വീകരിക്കുകയും അതിനാമേൻ പറയുകയും ചെയ്യുക. ലൂസിയും ജസീന്തയും മാത്രമാണ് മാലാഖ പറഞ്ഞ വാക്കുകൾ കേട്ടത്. ഫ്രാൻസിസ്കോ അവരിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടു മനസ്സിലാക്കി. കൃപയുടെ വെളിച്ചത്താൽ കുട്ടികൾ ത്യാഗത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി. അദ്ദേഹം പഠിപ്പിച്ച പ്രാർത്ഥന അവർ മണിക്കൂറുകളോളം ആവർത്തിച്ചു. ആ വർഷം ശരത്കാലത്ത് മാലാഖ 3ാമതും അവസാനവുമായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. മാലാഖയുടെ കയ്യിൽ തിരുവോസ്തിയും കാസയും ഉണ്ടായിരുന്നു. തിരുവോസ്തിയിൽ നിന്ന് രക്തത്തുള്ളികൾ കാസയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. തിരുവോസ്തിയും കാസയും വായുവിൽ നിർത്തിയ ശേഷം മാലാഖ നിലത്ത് സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഓ പരിശുദ്ധ ത്രിത്വമേ, ഞാൻ നിന്നെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നു. ലോകമെങ്ങും നീ അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്കും പരിഹാസത്തിനും പരിഹാരമായി ലോകത്തുള്ള എല്ലാ സക്രാരികളിലും സന്നിഹിതമായിരിക്കുന്ന
നിന്റെ ഏറ്റവും പരിശുദ്ധമായ ശരീരവും രക്തവും ആത്മാവും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും ഞാൻ അംഗീകരിക്കുന്നു. നിന്റെ ഏറ്റവും പരിശുദ്ധ ഹൃദയത്തിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അവർണ്ണനീയമായ യോഗ്യതകളാൽ പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ അപേക്ഷിക്കുന്നു. തിരുവോസ്തിയും കാസയും സ്വീകരിക്കാൻ മാലാഖ അവരെ ക്ഷണിച്ചു. ലൂസി തിരുവോസ്തിയും ജസീന്തയും ഫ്രാൻസിസ്കോയും കാസയും സ്വീകരിച്ചു. നന്ദികെട്ട മനുഷ്യരാൽ കഠിനമായി അപമാനിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കൂ. അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് നിങ്ങളുടെ ദൈവത്തെ ആശ്വസിപ്പിക്കൂ. പിന്നീട് മാലാഖ വീണ്ടും സാഷ്ടാംഗം പ്രണമിച്ചു. പരമപരിശുദ്ധ ത്രിത്വം എന്ന് 3 തവണ പ്രാർത്ഥിച്ചു. 1917 മെയ് 13 കുട്ടികൾ വീണ്ടും കളികളിൽ മുഴുകി. ഇത്തവണ വയലിൽ പാറയിൽ കൊട്ടാരങ്ങൾ പണിയുകയായിരുന്നു. പെട്ടെന്ന് അവർ ഒരു പ്രകാശം കണ്ടു. ആകാശം തെളിഞ്ഞിരുന്നിട്ടും മിന്നലാണെന്ന് വിശ്വസിച്ച് കുട്ടികൾ ആടുകളെ കൂട്ടി വീട്ടിലേക്ക് പോയി. ഏകദേശം 100 യാർഡ് അകലെയുള്ള ഒരു മരത്തിനടിയിൽ അവർ അഭയം പ്രാപിച്ചു. വീണ്ടും ഒരു പ്രകാശം അവർ കണ്ടു. അവർ ഓടാൻ തുടങ്ങി. ഏകദേശം 100 യാർഡ് മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ ഹോൾമാർക്ക് മരത്തിന് മുകളിൽ സൂര്യനേക്കാൾ തിളക്കമുള്ള വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നത് അവർ കണ്ടു. അവൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. ഞാൻ സ്വർഗത്തിൽ നിന്നാണ്. തുടർച്ചയായി 6 മാസം ഇവിടെ വരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. 13-ാം തീയതി ഇതേ മണിക്കൂറിൽ. അപ്പോൾ ഞാൻ ആരാണെന്നും എനിക്കെന്താണ് വേണ്ടതെന്നും ഞാൻ നിങ്ങളോട് പറയും. അതിനുശേഷം ഞാൻ 7-ാം തവണയും ഇവിടെ തിരിച്ചെത്തും. ഹോൾമോക്കിൽ ആകെ 6 തവണ നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 7-ാമത്തെ ദർശനം എപ്പോൾ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇതുവരെ അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. മൂവരും സ്വർഗത്തിലേക്ക് പോകുമോ എന്ന് ലൂസിയ ചോദിച്ചു. ഫ്രാൻസിസ്കോ ആദ്യം നിരവധി ജപമാല ചൊല്ലേണ്ടി വരുമെന്ന് മാത്രമേ അവർ പറയൂ എന്ന് പരിശുദ്ധയമ്മ പറഞ്ഞു. മരിച്ചുപോയ തൻ്റെ 2 സുഹൃത്തുക്കളെക്കുറിച്ച് ലൂസിയ ചോദിച്ചു. ഒരാൾ സ്വർഗത്തിലാണെന്നും മറ്റൊരാൾ ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുമെന്നും അമ്മ മറുപടി നൽകി. അമ്മ തുടർന്നു, ദൈവത്തെ മുറപ്പെടുത്തിയ പാപങ്ങൾക്ക് പരിഹാരമായി നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ അവൻ ആഗ്രഹിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കാനും പാപികളുടെ മാനസാന്തരത്തിനായി അപേക്ഷിക്കാനും നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ലൂസിയ പറഞ്ഞു, അതെ, ഞങ്ങൾ 3 പേരും അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ പരിശുദ്ധയമ്മ പറഞ്ഞു, നിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും. ഇതോടെ പരിശുദ്ധയമ്മ തൻ്റെ കൈകൾ തുറന്ന് കുട്ടികളെ വെളിച്ചത്തിൽ പൊതിഞ്ഞു. ഉള്ളിലെ ഒരു പ്രേരണയാൽ പ്രേരിതരായി അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പരിശുദ്ധ ത്രിത്വമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ആ സ്ത്രീ പറഞ്ഞു, ലോകത്തിന് സമാധാനവും യുദ്ധാവസാനവും ലഭിക്കാൻ, അതായത് 1-ാം ലോക മഹായുദ്ധം അവസാനിക്കാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലുക. ഇതുവരെ കുട്ടികളുടെ ദർശനങ്ങൾ രഹസ്യമായിരുന്നു. ഇത്തവണ ജസീന്ത തൻ്റെ അനുഭവത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞു. ഗ്രാമത്തിൽ വാർത്തകൾ വേഗത്തിൽ പരന്നു. കുട്ടികളെ പരിഹസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തു. ജൂൺ 13 കൊവാദ ഇരിയ എന്നറിയപ്പെടുന്ന അതേ സ്ഥലത്ത് പരിശുദ്ധ അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. കുട്ടികളോട് പറഞ്ഞു, വരുന്ന മാസത്തിൻ്റെ 13-ാം ദിവസം നിങ്ങൾ ഇവിടെ വന്ന് എല്ലാ ദിവസവും ജപമാല ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂസിയ അമ്മ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും ഉടൻ കൊണ്ടുപോകുമെന്ന് അമ്മ മറുപടി നൽകി. എന്നാൽ ലൂസിയ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ലോകത്തിൽ സ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് അവിടെ തന്നെ തുടരേണ്ടി വരുമെന്ന് പറഞ്ഞു. ലൂസിയ ഒറ്റയ്ക്കാകുമെന്ന് കരുതി കരയാൻ തുടങ്ങി. അവളെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ അവളെ ആശ്വസിപ്പിച്ചു. അപ്പോൾ കുട്ടികൾ പരിശുദ്ധ അമ്മയുടെ വലതു കൈയിൽ മുള്ളുകൾ ചുറ്റിയുള്ള ഒരു ഹൃദയം കണ്ടു.
മനുഷ്യരാശിയുടെ പാപങ്ങളിൽ പ്രകോപിതയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയമാണെന്നും അതിന് പരിഹാരം നൽകേണ്ടതുണ്ടെന്നും അവർ മനസ്സിലാക്കി. ജൂലൈ 13 ദർശനത്തിനായി ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി. ഇത്തവണ പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞു, വരുന്ന മാസത്തിലെ 13-ാം തീയതി നിങ്ങളിവിടെ വരണമെന്നും ലോകസമാധാനവും യുദ്ധാവസാനവും ലഭിക്കുന്നതിനായി എല്ലാ ദിവസവും ജപമാലയുടെ 5 ദശകങ്ങൾ ചൊല്ലണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവൾക്ക് മാത്രമേ സഹായിക്കാൻ കഴിയൂ. സംശയമുള്ള ആളുകൾക്ക് തൻ്റെ പ്രത്യക്ഷീകരണം തെളിയിക്കാൻ ലൂസി ഒരു അത്ഭുതം ആവശ്യപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയം മറുപടി പറഞ്ഞു, എല്ലാ മാസവും ഇവിടെ വരുന്നത് തുടരുക. ഒക്ടോബറിൽ ഞാൻ ആരാണെന്നും എനിക്ക് എന്താണ് വേണ്ടതെന്നും ഞാൻ നിങ്ങളോട് പറയും. എല്ലാവരും വിശ്വസിക്കേണ്ട ഒരു അത്ഭുതം ചെയ്യും. പാപികൾക്കായി നിങ്ങൾ ത്യാഗം ചെയ്യുക. പലതവണ പറയുക, പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ത്യാഗം ചെയ്യുമ്പോൾ. ഓ ഈശോയെ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിനുമായി ഞാൻ ഈ സഹനങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ വാക്കുകളോടെ മാതാവിൽ നിന്നൊരു പ്രകാശം ഭൂമിയിലേക്ക് ഒഴുകി. കുട്ടികൾ, പിശാചുക്കളും ആളുകളും തീക്കടലിൽ മുങ്ങി താഴുന്നത് കണ്ടു. അവരിൽ നിന്ന് നിരാശയുടെ നിലവിളികളും ഞരക്കങ്ങളും ഉയർന്നു. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞു, പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകമാണ് നിങ്ങൾ കാണുന്നത്. പാപികളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ ദൈവം എൻ്റെ വിമലഹൃദയത്തോടുള്ള ഭക്തി ലോകത്തിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് അവർ ചെയ്താൽ നിരവധി ആത്മാക്കൾ രക്ഷിക്കപ്പെടും, സമാധാനമുണ്ടാകും. യുദ്ധം അവസാനിക്കാൻ പോകുന്നു. അവർ ദൈവത്തെ മുറിപ്പെടുത്തുന്നത് നിർത്തിയില്ലെങ്കിൽ പിയൂസ് 11-ാമൻ്റെ ഭരണകാലത്ത് മറ്റൊന്ന് ആരംഭിക്കും. അജ്ഞാതമായ ഒരു വെളിച്ചത്താൽ പ്രകാശിതമായ ഒരു രാത്രി നിങ്ങൾ കാണുമ്പോൾ യുദ്ധം, വിശപ്പ് സഭയെയും പരിശുദ്ധ പിതാവിനെയും പീഡിപ്പിച്ചതിലൂടെ ലോകത്തെ അതിൻ്റെ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കാൻ പോകുന്നുവെന്നതിൻ്റെ മഹത്തായ അടയാളമാണിതെന്നറിയുക. ഇത് തടയാൻ ഞാൻ റഷ്യയെ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാനും ആദ്യ ശനിയാഴ്ചകളിൽ പരിഹാരം നടത്താനും അഭ്യർത്ഥിക്കാൻ വരുന്നു. അവർ എൻ്റെ അഭ്യർത്ഥനകൾ ശ്രദ്ധിച്ചാൽ റഷ്യ മാനസാന്തരപ്പെടുകയും സമാധാനമുണ്ടാകുകയും ചെയ്യും. അല്ലെങ്കിൽ അവൾ ലോകമെമ്പാടും തൻ്റെ തെറ്റുകൾ ചിതറിക്കുകയും സഭയിൽ യുദ്ധങ്ങൾക്കും പീഡനങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. നല്ലവർ രക്തസാക്ഷികളാകും. പരിശുദ്ധ പിതാവിന് പിന്നീടൊരു ഭാവിയെക്കുറിച്ച് കൂടുതൽ ദർശനങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ രാഷ്ട്രങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടും. ഒടുവിൽ എൻ്റെ വിമലഹൃദയം വിജയിക്കും. പരിശുദ്ധ പിതാവ് റഷ്യയെ എനിക്ക് സമർപ്പിക്കും. അത് മാനസാന്തരപ്പെടുകയും ലോകത്തിനൊരു നിശ്ചിത കാലയളവ് സമാധാനം നൽകുകയും ചെയ്യും. പോർച്ചുഗലിൽ വിശ്വാസം എപ്പോഴും പാലിക്കപ്പെടും. ഇതാരോടും പറയരുത്. ഫ്രാൻസിസ്കോ, അതെ, നിങ്ങൾക്ക് പറയാം. ഇതൊരു രഹസ്യമായി അറിയപ്പെട്ടു. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അമ്മ പറഞ്ഞു, നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യത്തിന് ശേഷവും പറയുക, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആ പ്രദേശത്തെ ഗവർണർ മുമ്പ് കത്തോലിക്കനായിരുന്ന ഒരു മേസനായിരുന്നു. അദ്ദേഹം സഭയ്ക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. ഓഗസ്റ്റ് 13 കുട്ടികളെ തൻ്റെ വണ്ടിയിൽ ദർശന സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അവർ അകത്തു കയറിയ ഉടനെ അദ്ദേഹം അവരെ തട്ടിക്കൊണ്ടുപോയി തൻ്റെ വീട്ടിലെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അടുത്ത ദിവസം അദ്ദേഹം അവരെ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയി കുട്ടികളെ ചോദ്യം ചെയ്തു. പരിശുദ്ധ അമ്മ പറഞ്ഞ രഹസ്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തോട് പറഞ്ഞില്ല. എങ്ങും എത്തുന്നില്ലെന്ന് കണ്ടെത്തിയ അദ്ദേഹം അവരെ ജയിലിൽ അടച്ചു. അവർ ജയിലിൽ കുറച്ചു സമയം ചെലവഴിച്ച ശേഷം അദ്ദേഹം അവരെ വീണ്ടും ചോദ്യം ചെയ്തു. ഒരു ഘട്ടത്തിൽ ഗവർണർ അവരെ തിളച്ച എണ്ണയിൽ എറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതും പരാജയപ്പെട്ടു. അദ്ദേഹം അവരെ രാത്രി മുഴുവൻ തൻ്റെ വീട്ടിൽ പൂട്ടിയിട്ടു. അടുത്ത ദിവസം അദ്ദേഹം അവരെ വീണ്ടും ചോദ്യം ചെയ്തു. ഒടുവിൽ തൻ്റെ ശ്രമങ്ങൾ ഫലിച്ചില്ലെന്ന് കണ്ട് അദ്ദേഹം അവരെ വിട്ടയച്ചു. ഓഗസ്റ്റ് 19 പരിശുദ്ധ കന്യകാമറിയം കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത് മറ്റൊരു സ്ഥലത്താണ്. കന്യകാമറിയം പറഞ്ഞു, 13-ാം തീയതി
നിങ്ങൾ കൊവാദാരിയയിലേക്ക് പോവുകയും എല്ലാ ദിവസവും ജപമാല ചൊല്ലുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വരുന്ന മാസം, അതായത് ഒക്ടോബർ മാസം, എല്ലാവരും വിശ്വസിക്കുന്നതിനായി ഞാൻ അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കുക, വളരെയധികം പ്രാർത്ഥിക്കുക. പാപികൾക്കായി ത്യാഗങ്ങൾ ചെയ്യുക. കാരണം നിരവധി ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നു. അവർക്ക് ത്യാഗം ചെയ്യാനും പ്രാർത്ഥിക്കാനും ആരുമില്ല. കോവാദ ഏരിയയിൽ ജനക്കൂട്ടം ഉപേക്ഷിച്ച പണം എന്തു ചെയ്യണമെന്ന് ലൂസിയ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു. ജപമാല നാഥയുടെ തിരുനാളിൽ ഒരു ഘോഷയാത്രയ്ക്കായി ഉപയോഗിക്കണമെന്നും ബാക്കിയുള്ളത് ആളുകൾ നിർമ്മിക്കുന്ന ചാപ്പലിൻ്റെ സഹായത്തിനായി ഉപയോഗിക്കണമെന്നും അമ്മ പറഞ്ഞു. സെപ്റ്റംബർ 13 ജനക്കൂട്ടം വളരെയധികം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പ്രത്യക്ഷീകരണ സ്ഥലത്തേക്ക് എത്താൻ പോലും കഴിഞ്ഞില്ല. ആ ദിവസം പരിശുദ്ധയമ്മ പറഞ്ഞു, യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ജപമാല ചൊല്ലുന്നത് തുടരുക. ഒക്ടോബറിൽ നമ്മുടെ കർത്താവും വ്യാകുല മാതാവും കർമ്മല മാതാവും വിശുദ്ധ യൗസേപ്പിതാവും ഉണ്ണി യേശുവിനോടൊപ്പം ലോകത്തെ അനുഗ്രഹിക്കാൻ വരും. ഒക്ടോബർ 13 വളരെ മഴയുള്ള ഒരു ദിവസമായിരുന്നു. എന്നിരുന്നാലും വിശ്വാസികളും അവിശ്വാസികളും പരിശുദ്ധയമ്മ വാഗ്ദാനം ചെയ്ത അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ വരുന്നത് ഇത് തടഞ്ഞില്ല. അവിടെ ഏകദേശം 70,000-ഓളം പേരുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ ഉച്ചയ്ക്ക് വന്നപ്പോൾ ലൂസിയ അവളോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അവൾ മറുപടി പറഞ്ഞു, എൻ്റെ ബഹുമാനാർത്ഥം ഇവിടെ ഒരു ചാപ്പൽ പണിയണമെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജപമാല നാഥയാണ്. അവർ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നത് തുടരട്ടെ. യുദ്ധം അവസാനിക്കാൻ പോകുന്നു. പട്ടാളക്കാർ ഉടനെ തന്നെ അവരുടെ വീടുകളിലേക്ക് മടങ്ങും. ആളുകൾ നൽകുന്ന ചില അപേക്ഷകൾ അവൾ അനുവദിക്കുമോ എന്ന് ലൂസിയ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു. ചിലത് അനുവദിക്കും, മറ്റു ചിലതില്ല. അവർ അവരുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് അവരുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. അവർ ഇനി നമ്മുടെ കർത്താവായ ദൈവത്തെ വേദനിപ്പിക്കരുത്. കാരണം അവൻ ഇതിനകം വളരെയധികം വേദനിക്കപ്പെട്ടു കഴിഞ്ഞു. പരിശുദ്ധ അമ്മ അവരുടെ കാഴ്ചയിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ അവൾ കൈകൾ തുറന്ന് സൂര്യനെ ചൂണ്ടി. തുടർന്ന് കുട്ടികൾ ആകാശത്ത് ജപമാലയുടെ സന്തോഷകരവും ദുഃഖകരവും മഹത്വപൂർണവുമായ രഹസ്യങ്ങളുടെ ഒരു ചിത്രീകരണം കണ്ടു. തുടർന്ന് തിരുക്കുടുംബം പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ യൗസേപ്പിതാവും ഉണ്ണി യേശുവും ജനക്കൂട്ടത്തെ 3 തവണ അനുഗ്രഹിച്ചു. അടുത്തതായി ലൂസിയ മാത്രമാണ് തൻ്റെ കഷ്ടപ്പെടുന്ന പുത്രൻ്റെ അരികിൽ വ്യാകുല മാതാവിനെ കണ്ടത്. അവളും ജനക്കൂട്ടത്തെ അനുഗ്രഹിച്ചു. ഒടുവിൽ കുട്ടികൾ ഉണ്ണി യേശുവിനെ കൈകളിൽ വഹിക്കുന്ന കർമ്മല മാതാവിനെ കണ്ടു. മറുവശത്ത് ജനക്കൂട്ടം വളരെ വ്യത്യസ്തമായ എന്തോ ഒന്ന് കണ്ടു. ആകാശത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങിയ സൂര്യനെ ആളുകൾ ഉറ്റുനോക്കി. സൂര്യൻ വേഗത്തിൽ കറങ്ങി ഭൂമിയിൽ പല നിറങ്ങളെ പ്രതിഫലിപ്പിച്ച അഗ്നിജ്വാലകൾ പുറപ്പെടുവിച്ചു. ഒടുവിൽ അത് ആകാശത്ത് നിന്ന് ജനക്കൂട്ടത്തിലേക്ക് താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഇത് ആളുകളെ വളരെയധികം ഭയപ്പെടുത്തി. ചിലർ ഇത് ലോകാവസാനമാണെന്ന് കരുതി. പിന്നീട് സൂര്യൻ അതിൻ്റെ ദിശ മാറ്റി ആകാശത്ത് അതിൻ്റെ സാധാരണ സ്ഥാനത്തേക്ക് മടങ്ങി. ആളുകൾ ബോധം വീണ്ടെടുത്തപ്പോൾ അവർ മറ്റൊരു അത്ഭുതം കൂടി കണ്ടു. വളരെ മഴയുള്ള ദിവസമായിരുന്നിട്ടും ഇപ്പോൾ നിലവും അവരുടെ വസ്ത്രങ്ങളും പോലും ഉണങ്ങി വരണ്ടിരുന്നു. പൊതുജനങ്ങൾക്കുള്ള പ്രത്യക്ഷീകരണം നിലച്ചു. പക്ഷേ കുട്ടികൾ ഇടയ്ക്കിടെ മാതാവിനെ കാണുമായിരുന്നു. 1918 ഒക്ടോബർ അവസാനത്തോടെ ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തയ്ക്കും ഇൻഫ്ലുവൻസ ബാധിച്ചു. 1919 ഏപ്രിൽ 4 ഫ്രാൻസിസ്കോ ഈ രോഗം ബാധിച്ച് മരിച്ചു. തൻ്റെ ഹ്രസ്വ ജീവിതത്തിലെ ശേഷിച്ച സമയം പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചിലവഴിച്ചു. അദ്ദേഹം പലപ്പോഴും പരിശുദ്ധ കൂദാശയുടെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നതായി കാണപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ വളരെ വലിയ ഉൾക്കാഴ്ചയുള്ള ഫ്രാൻസിസ്കോ സക്രാരിയിലെ യേശുവിനെക്കുറിച്ച് സംസാരിച്ചു. ജസീന്തയുടെ വേദന കൂടുതൽ കാലം നീണ്ടുനിന്നു. രോഗാവസ്ഥയിൽ അവൾ ത്യാഗങ്ങൾ അർപ്പിച്ചു. അവൾക്ക് ന്യൂമോണിയയും പിന്നീട് പ്ലൂരിസിയും ഉണ്ടായി. അവളെ ഔറമിലെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 2 മാസത്തിനു ശേഷം നെഞ്ചിലൊരു മുറിവുമായി അവൾ വീട്ടിലേക്ക് മടങ്ങി. തീർത്ഥാടനത്തിലെത്തിയ ഒരു ഡോക്ടർ ജസീന്തയെ സന്ദർശിച്ച്
ലിസ്ബണിലെ കുട്ടികളുടെ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും കുഞ്ഞും യാത്ര പുറപ്പെട്ടു. ലിസ്ബണിൽ ഫ്രാൻസിസ്കൻ കന്യാസ്ത്രീയായ മദർ ഗോഡിൻഹോ നടത്തുന്ന ഒരു അനാഥാലയത്തിൽ അവർ കുറച്ചു ദിവസം താമസിച്ചു. ജസീന്തയുമായി സംസാരിക്കാൻ ഗോഡിഞ്ഞോ സിസ്റ്റർക്ക് അവസരം ലഭിച്ചു. മനുഷ്യരാശിയുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് യുദ്ധമെന്ന് ജസീന്ത അവളോട് പറഞ്ഞു. ആളുകൾ മാനസാന്തരപ്പെട്ടാൽ യേശു ലോകത്തെ രക്ഷിക്കും. പക്ഷേ അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ അതിനെ ശിക്ഷിക്കും. കുമ്പസാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് കരുണയുടെ കൂദാശയാണെന്നും അത് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമാണെന്നും ജസീന്ത പറഞ്ഞു. ദുഷ്ടന്മാർക്ക് പോലും ഉണ്ടായിരിക്കേണ്ട ദാനധർമ്മം എന്ന മൂല്യത്തെക്കുറിച്ച് ജസീന്ത പരാമർശിച്ചു. ആരെയും കുറിച്ചോ ഒരിക്കലും മോശമായ വാക്കുകൾ പറയരുതെന്നും ക്ഷമയുടെ മൂല്യവും അത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നും അവൾ ഊന്നി പറഞ്ഞു. ജഡിക പാപങ്ങൾ കാരണം പലരും നരകത്തിലാണെന്ന് ജസീന്ത പറഞ്ഞു. ചില സ്ത്രീകളുടെ ഫാഷനുകൾ അവതരിപ്പിക്കപ്പെടുമെന്ന് അവർ പ്രവചിച്ചു. അത് നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്ക് വളരെ അരോചകമായിരിക്കുമെന്നും പറഞ്ഞു. ജസീന്ത ലിസ്ബണിലെ ആശുപത്രിയിലായിരുന്നപ്പോൾ ഡോക്ടർമാർ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. മരിക്കാൻ പോകുന്നതിനാൽ അതെല്ലാം വെറുതെയാകുമെന്ന് അവർ പറഞ്ഞു. മരണ ദിവസവും മണിക്കൂറും അറിയിച്ചുകൊണ്ട് ആരെങ്കിലും ലൂസിയയ്ക്ക് എഴുതി അയക്കണമെന്ന് പറഞ്ഞു. മദർ ഗോഡിഞ്ഞോ അവരുമായി സംസാരിച്ചുകൊണ്ടിരുന്നു. ചില ആളുകളെക്കുറിച്ച് ജസീന്ത മറ്റ് സംഭവങ്ങൾ പ്രവചിച്ചു. അവ പിന്നീട് യാഥാർത്ഥ്യമായി. അവളുടെ ദുർബലാവസ്ഥ കാരണം ശസ്ത്രക്രിയയ്ക്ക് ലോക്കൽ അനസ്തേഷ്യ മാത്രമേ നൽകാൻ കഴിയൂ. അവർ 2 വാരിയലുകൾ നീക്കം ചെയ്യുകയും നെഞ്ചിൽ ഒരു മുഷ്ടി വലിപ്പമുള്ള തുറന്ന മുറിവ് അവശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ വളരെയധികം കഷ്ടപ്പെട്ടു, പക്ഷേ ഒരിക്കലും പരാതിപ്പെട്ടില്ല. മരണത്തിന് 4 ദിവസം മുമ്പ് പരിശുദ്ധയമ്മ വന്ന് അവളുടെ എല്ലാ വേദനകളും നീക്കി. 1920 ഫെബ്രുവരി 20 അവർ മരിച്ചു. 15 വർഷത്തിനു ശേഷം അവരുടെ മൃതദേഹം ഫാത്തിമയിലെ ഒരു സെമിത്തേരിയിലേക്ക് മാറ്റി. ഇപ്പോഴും പൂർണ്ണവും അഴുകാത്തതുമായി അത് കണ്ടെത്തി. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ആളുകൾ ഒരു ചെറിയ ചാപ്പൽ പണിതു. 1922 ഒരു ബോംബ് ഈ ചാപ്പലിനെ നശിപ്പിച്ചു. പരിശുദ്ധയമ്മ പ്രത്യക്ഷീകരണ സമയത്ത് നിന്നിരുന്ന ഹോൾമോക്കിൽ സ്ഥാപിച്ച മറ്റൊരു ബോംബ് പൊട്ടിത്തെറിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ഫാത്തിമ മാതാവിന് വേണ്ടി ഒരു വലിയ ദേവാലയം നിർമ്മിക്കപ്പെട്ടു. അതിലൊരു ആശുപത്രി, കോൺവെന്റ്, ധ്യാന മന്ദിരം എന്നിവ ഉൾപ്പെടുന്നു. 1921 ലൂസിയയെയും കുടുംബത്തെയും കാണാൻ നിരവധി തീർത്ഥാടകർ എത്തിയതിനാൽ ബിഷപ്പ് ലൂസിയയോട് ഒപ്പോർട്ടോയ്ക്ക് സമീപമുള്ള സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ഡൊറോത്തിയുടെ സ്കൂളിൽ ചേരാൻ പറഞ്ഞു. അവിടെ അവൾ അജ്ഞാതയായിരിക്കും. സ്കൂളിൽ മദർ സുപ്പീരിയർ അവളുടെ പേര് മരിയ ഓഫ് ദി സോറോസ് എന്നാക്കി മാറ്റി. ലൂസിയയോട് പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞു. 1925 ലൂസിയ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ഡൊറോത്തിയിൽ ചേർന്നു. 1925 ഡിസംബർ 10 ഉണ്ണി യേശുവിനൊപ്പം സിസ്റ്റർ ലൂസിയയുടെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിന് മൂർച്ചയുള്ള മുള്ളുകളാൽ ചുറ്റപ്പെട്ട തൻ്റെ ഹൃദയം അവൾ നീട്ടിപ്പിടിച്ചു കാണിച്ചു. ഇരുവരും വിമല ഹൃദയത്തിനായി പരിഹാരങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടു. 5 ആദ്യ ശനിയാഴ്ചകൾ ആചരിക്കുന്നവർക്ക് മരണസമയത്ത് രക്ഷയ്ക്കാവശ്യമായ എല്ലാ കൃപകളിലും സഹായിക്കുമെന്ന് പരിശുദ്ധ കന്യകാമറിയം വാഗ്ദാനം ചെയ്തു. അതായത് 5 മാസത്തെ ആദ്യ ശനിയാഴ്ചകളിൽ തുടർച്ചയായി കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ജപമാല ചൊല്ലുകയും 15 മിനിറ്റ് ജപമാല രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുക. പരിശുദ്ധ അമ്മയോട് അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുക എന്ന ഉദ്ദേശം. പിന്നീട് നമ്മുടെ കർത്താവ് പറഞ്ഞു, പ്രസാദവരാവസ്ഥയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നിടത്തോളം കുർബാന മറ്റൊരു ദിവസത്തിലാകാമെന്ന്. 1930 മെയ് 29 നമ്മുടെ കർത്താവ് സിസ്റ്റർ ലൂസിയോട് വിശദീകരിച്ചു 5 ശനിയാഴ്ചകൾ ഇനി പറയുന്നവയ്ക്കുള്ള പരിഹാരമാണെന്ന്. 1. മാതാവിൻ്റെ അമലോത്ഭവ ജനനത്തിനെതിരായുള്ള പാപങ്ങൾ, അതായത് ജന്മപാപത്തിൻ്റെ മാലിന്യമേക്കാതെ ജനിച്ചവളാണെന്ന് വിശ്വസിക്കാത്തവർ. 2. മറിയത്തിൻ്റെ നിത്യകന്യകാത്വത്തിനെതിരായ പാപങ്ങൾ, വിശുദ്ധിക്കെതിരായ പാപങ്ങൾ, അതുപോലെ യേശുവിൻ്റെ ജനനത്തിനു മുമ്പും ശേഷവും പരിശുദ്ധ മറിയം കന്യകയായിരുന്നു എന്ന് വിശ്വസിക്കാത്തവർ. 3. മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തിനെതിരായ പാപങ്ങൾ,
അതായത് പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി അംഗീകരിക്കാത്തതും അമ്മയുടെ പ്രത്യേക പദവികൾ അംഗീകരിക്കാത്തതും. 4. കൊച്ചു കുട്ടികളെ നശിപ്പിക്കുന്നത്. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലുള്ളവരുടേതാണെന്ന് യേശു പഠിപ്പിക്കുന്നു. കൊച്ചു കുട്ടികളെ നശിപ്പിക്കുകയും അവർക്ക് ദുർമാതൃക നൽകുകയും അവരുടെ നിഷ്കളങ്കത നശിപ്പിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. 5. പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളെയും രൂപങ്ങളെയും നിന്ദിക്കുന്നത്. 1927 സ്പെയിനിലെ കോൺവെന്റിലേക്ക് താൻ സ്ഥലം മാറ്റപ്പെട്ടപ്പോൾ ജൂലൈ 13 കൊവാദ ഏരിയയിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച 3 ഭാഗങ്ങളുള്ള രഹസ്യത്തിൻ്റെ 2 ഭാഗങ്ങൾ വെളിപ്പെടുത്താൻ ലൂസിയയ്ക്കൊരു ദർശനം ലഭിച്ചു. നരകത്തിൻ്റെ ദർശനവും വിമല ഹൃദയത്തോടുള്ള ഭക്തിയുടെ അടിയന്തര ആവശ്യവും. ഈ രഹസ്യത്തിൻ്റെ 3-ാം ഭാഗം ബിഷപ്പിന് നൽകുകയും പിന്നീട് പോപ്പിന് നൽകുകയും ചെയ്തു. 1960 മുൻപ് ഇത് പരസ്യമാക്കരുതെന്ന് ലൂസിയ ആവശ്യപ്പെട്ടു. രഹസ്യത്തിൻ്റെ ഈ ഭാഗം ഒരിക്കലും പരസ്യമാക്കിയിട്ടില്ല. 1929 ലൂസിയയുടെ ആഴ്ചകൾ തോറുമുള്ള വ്യാഴാഴ്ച വിശുദ്ധ മണിക്കൂറിൽ രാത്രി 11-നും അർദ്ധരാത്രിക്കുമിടയിൽ ബലിപീഠത്തിന് മുകളിൽ ഒരു പ്രകാശത്തിൻ്റെ കുരിശ് പ്രത്യക്ഷപ്പെടുന്നത് അവൾ കണ്ടു. കുരിശിൽ ക്രൂശിക്കപ്പെട്ട യേശു ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ മുറിവേറ്റ തിരുവിലാവിൽ നിന്നും അവൻ്റെ മുഖത്തിൽ നിന്നും രക്തത്തുള്ളികൾ തിരുവോസ്തിയിലേക്കും പിന്നീട് വായുവിൽ തൂക്കിയിട്ടിരിക്കുന്ന താഴെയുള്ള കാസയിലേക്കും വീണു. കുരിശിൻ്റെ ഇടതു കൈയിൽ നിന്ന് വെള്ളമെന്ന് തോന്നിക്കുന്ന കൃപയും കരുണയും എന്നെഴുതിയ വലിയ അക്ഷരങ്ങൾ ബലിപീഠത്തിലേക്കൊഴുകി. കുരിശിൻ്റെ മുകളിൽ നിത്യപിതാവിൻ്റെ പ്രതിച്ഛായ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നൊരു പ്രകാശത്തിൻ്റെ പ്രാവ് അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. കുരിശിൻ്റെ വലതു കൈക്ക് കീഴിൽ ഫാത്തിമയുടെ മാതാവ് ഇടതു കൈയിൽ തൻ്റെ വിമല ഹൃദയവുമായി ഉണ്ടായിരുന്നു. ഈ ദർശനത്തിനിടയിൽ ലോകത്തിലെ എല്ലാ ബിഷപ്പുമാരും ഐക്യത്തോടെ ലോകത്തെ തൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാൻ മാർപ്പാപ്പയോട് പരിശുദ്ധ അമ്മ ഒരു അഭ്യർത്ഥന നടത്തി. റഷ്യയെക്കുറിച്ച് പ്രത്യേക പരാമർശം നടത്തി. ഈ അഭ്യർത്ഥന പോപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മുടെ കർത്താവ് സിസ്റ്റർ ലൂസിയോട് പറഞ്ഞു, നമ്മുടെ മാതാവിൻ്റെ വിജയത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി മുഴുവൻ സഭയിലും വ്യാപിക്കുകയും തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ അടുത്തായി തന്നെ അതിനെ സ്ഥാപിക്കുകയും ചെയ്യുന്നതിലാണ് താൻ ഈ പ്രതിഷ്ഠ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ പിതാവ് സമർപ്പണം നടത്തുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. പക്ഷേ അത് വൈകും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം റഷ്യയെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫാത്തിമയിലെ മാതാവ് പ്രവചിച്ചതുപോലെ തന്നെ 2-ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. 1938 ആകാശത്ത് അസാധാരണമായ വെളിച്ചങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ലൂസിയയുടെ അഭിപ്രായത്തിൽ ദൈവം ലോകത്തെ ശിക്ഷിക്കുന്നതിന് മുമ്പ് മാതാവ് വാഗ്ദാനം ചെയ്ത അടയാളങ്ങളായിരുന്നു അത്. അതിനുശേഷം താമസിയാതെ പിയൂസ് 11-ാമൻ പാർപ്പാപ്പയുടെ പോന്തിഫിക്കേറ്റ് സമയത്ത് ഹിറ്റ്ലർ ഓസ്ട്രിയ പിടിച്ചടക്കിയതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. 1942 പിയൂസ് 12-ാമൻ മാർപ്പാപ്പ ലോകത്തെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു. എന്നിരുന്നാലും എല്ലാ ബിഷപ്പുമാരുമായും ഐക്യപ്പെട്ടല്ല അദ്ദേഹം ഇത് ചെയ്തത്. തൻ്റെ ആഗ്രഹപ്രകാരം അപൂർണമാണെങ്കിലും ഈ പ്രവൃത്തിയിൽ താൻ സന്തുഷ്ടനാണെന്ന് നമ്മുടെ കർത്താവ് ലൂസിയോട് പറഞ്ഞു. അതുകൊണ്ടാണ് 2-ാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. എന്നാൽ റഷ്യയുടെ മാനസാന്തരം നടക്കില്ല. ഫാത്തിമ കുട്ടികളുടെ ത്യാഗങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയാത്തത്ര വലുതാണെന്ന് ചിലർ കരുതി. 1943 നമ്മുടെ കർത്താവ് സിസ്റ്റർ ലൂസിയോട് പറഞ്ഞു, ജീവിതത്തിലെ കടമകൾ നിറവേറ്റുകയും ദൈവത്തിൻ്റെ നിയമം പാലിക്കുന്നതിൽ ആവശ്യമായ ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ താൻ ആഗ്രഹിക്കുന്ന പ്രായശ്ചിത്തം. ഇത്തരത്തിലുള്ള പ്രായശ്ചിത്തം എല്ലാവർക്കും സാധ്യമായിരുന്നു. 1944 ഓഗസ്റ്റ് 22 ആഘോഷിക്കുന്നതിനായി മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ സഭാ കലണ്ടറിൽ ഉൾപ്പെടുത്തി. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭാ കലണ്ടർ പരിഷ്കരിച്ചു. ഓഗസ്റ്റ് 22 ആഘോഷം തിരുഹൃദയ തിരുനാളിന് ശേഷമുള്ള ശനിയാഴ്ചയാക്കി മാറ്റി. തിരുഹൃദയ തിരുനാൾ എല്ലായ്പ്പോഴും പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ശേഷമുള്ള വെള്ളിയാഴ്ചയാണ്. 1946 കർമ്മല ഉത്തരീയത്തിൻ്റെ പ്രമുഖ പ്രചാരകനായിരുന്ന ജോൺ എം ഹാഫർഡ് ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫാത്തിമ സന്ദേശ പ്രതിജ്ഞ രൂപപ്പെടുത്താൻ സഹായിക്കാൻ സിസ്റ്റർ ലൂസിയോട് ആവശ്യപ്പെട്ടു.
1947 ഫാത്തിമ സന്ദേശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മിസ്റ്റർ കോൾഗൻ നീല സൈന്യം ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജോൺ ഹാഫർട്ടിനെ കണ്ടുമുട്ടി. അദ്ദേഹം ഫാത്തിമ പ്രതിജ്ഞയെക്കുറിച്ച് പറഞ്ഞു. അമേരിക്കയിൽ നീല സൈന്യം പ്രചരിപ്പിക്കാൻ ഫാദർ കോൾഗൻ അദ്ദേഹത്തെ നിയമിച്ചു. ഫാത്തിമ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ അപ്പസ്തോലേറ്റായി നീല സൈന്യം മാറി. 1948 സിസ്റ്റർ ലൂസിയ പോർച്ചുഗലിലെ കോയിംബ്രയിലുള്ള കർമലൈറ്റ് കോൺവെന്റിൽ പ്രവേശിച്ചു. പിന്നീട് അവർ സിസ്റ്റർ മരിയ ഓഫ് ദി ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്ന നാമം സ്വീകരിച്ചു. അതേ വർഷം ജോൺ ഹാഫർട്ടിന് നൽകിയ അഭിമുഖത്തിൽ ഫാത്തിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യർത്ഥന ഒരാളുടെ ദൈനംദിന കടമ നിറവേറ്റുക എന്നതാണെന്ന് സിസ്റ്റർ പറഞ്ഞു. ജപമാല പ്രാർത്ഥിക്കുന്നത് ഇത് ചെയ്യാൻ സഹായിക്കുന്നു. ആദ്യ ശനിയാഴ്ചകൾ പാപത്തിൽ നിന്ന് സ്വയം മോചിതനാകാൻ സഹായിക്കുകയും ഒരാളുടെ ദൈനംദിന കടമകൾ നിറവേറ്റാനുള്ള പ്രതിബദ്ധത പുതുക്കുകയും ചെയ്യുന്നു. 2 വർഷത്തിന് ശേഷം ജോൺ ഹാഫർട്ടുമായുള്ള മറ്റൊരു അഭിമുഖത്തിൽ ബ്രൗൺ സ്കാപ്പുലർ ധരിക്കുന്നതും ഫാത്തിമ സന്ദേശത്തിൻ്റെ ഭാഗമാണെന്ന് സിസ്റ്റർ വിശദീകരിച്ചു. ഇത് വിമല ഹൃദയത്തിനുള്ള ഒരാളുടെ സമർപ്പണത്തിൻ്റെ അടയാളമാണ്. റഷ്യ തൻ്റെ തെറ്റുകൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രവചനങ്ങൾ നിറവേറി. 1981 മെയ് 13 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വധിക്കാൻ പോലും ശ്രമം നടന്നു. ഫാത്തിമയിലെ പരിശുദ്ധ മാതാവ് തൻ്റെ ജീവൻ രക്ഷിച്ചുവെന്ന് പരിശുദ്ധ പിതാവ് വിശ്വസിച്ചു. ലോകത്തെ നിരീശ്വരവാദത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏക മാർഗം ഫാത്തിമയിലെ പരിശുദ്ധ മാതാവ് ആവശ്യപ്പെട്ട സമർപ്പണമാണെന്ന് ഇത് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ചു. 1984 മാർച്ച് 25 പരിശുദ്ധ പിതാവ് ലോകത്തെ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു. സിസ്റ്റർ ലൂസിയയുടെ അഭിപ്രായത്തിൽ ഈ സമർപ്പണം പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസത്തിൻ്റെ പതനം ഉണ്ടായി. നമ്മുടെ അഭയ കേന്ദ്രമാണ് പരിശുദ്ധ മറിയം. നാരകീയ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ശക്തമായ കോട്ടയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം. ഫാത്തിമയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് തീർച്ചയായും കാണാൻ കഴിയും. ഈ ലോകം മുഴുവൻ കരുണ കാണിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം അവനിലേക്ക് മടങ്ങിയില്ലെങ്കിൽ നമ്മുടെ സ്വന്തം തെറ്റുകൾ മൂലം നമുക്ക് സംഭവിക്കുന്ന തിന്മകളെക്കുറിച്ച് അവൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നമ്മെ സഹായിക്കാനും നയിക്കാനും അവൻ തൻ്റെ അമ്മയെ നമുക്ക് നൽകുന്നു. 2ാം ലോക മഹായുദ്ധം ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. റഷ്യ നേരത്തെ മാനസാന്തരപ്പെടുകയും ലോകത്തിന് സമാധാനം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ഫാത്തിമ സന്ദേശങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുപോലെ ജീവിച്ചിട്ടില്ലെന്ന് വ്യക്തമാണ്. ദൈവം മനുഷ്യവർഗത്തോട് എത്ര ക്ഷമ കാണിച്ചിരിക്കുന്നു. എല്ലാ ആളുകളും അവരുടെ ആത്മാക്കളെ രക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം എല്ലാം ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായതിനാൽ അവൻ്റെ കരുണ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മെ അനുവദിക്കുന്നു. ഇത് ദൈവത്തെ മറ്റുള്ളവരുടെ കുറ്റകൃത്യങ്ങൾക്ക് ആശ്വസിപ്പിക്കുക മാത്രമല്ല, കുറ്റവാളികളുടെ മാനസാന്തരത്തിന് കാരണമാവുകയും ചെയ്യും. ഭൂമിയിൽ യുദ്ധങ്ങളും ശിക്ഷകളും വന്നാലും അതിപ്പോഴും ദൈവത്തിൻ്റെ കരുണയാണ്. ഈ സംഭവങ്ങൾ അനുവദിക്കുന്നതിലൂടെ പാപികൾ ഒരു തിരുത്തൽ ലക്ഷ്യത്തോടെ ദൈവത്തിലേക്ക് തിരിയാനും എൻ്റെ യേശുവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറയാനും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവകൃപയിലായിരിക്കുന്നവരും ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹത്തിൽ നിറഞ്ഞവരും ഈ ലോകത്തിലെ ക്ഷണികമായ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ തീക്ഷ്ണമായി അകൽച്ച പാലിക്കുന്നു. ദൈവം നമ്മുടെ പിതാവാണ്. നാം കഷ്ടപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചിലപ്പോൾ അത് നിരവധി ആത്മാക്കളുടെ രക്ഷയ്ക്ക് ആവശ്യമാണ്. ഫാത്തിമ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാധാന്യം ഈ ആധുനിക കാലഘട്ടത്തിലെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ പരിശുദ്ധ അമ്മ വീണ്ടും വെളിപ്പെടുത്തി തരുന്നു. പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ പരിശുദ്ധ കന്യകാമറിയം വെളിപ്പെടുത്തലുകളിലൂടെ പറയുന്നതിങ്ങനെ: എൻ്റെ മക്കളെ, സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ ഫാത്തിമ നാഥയാകുന്നു. 1917 മെയ് 13 കോവാദാരിയയിൽ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട അതേ ഫാത്തിമനാഥ. ഈ നാളുകളിൽ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയും രാജ്യത്തിനെതിരായി തിരിയുകയും വലിയ യുദ്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മക്കളെ, ഫാത്തിമയിലെ എൻ്റെ സന്ദേശങ്ങളുടെ പ്രസക്തി അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട. ഈ നാളുകളിലും അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു.
കുടില തന്ത്രങ്ങൾ മെനയുന്ന പിശാച് പാപത്തിൻ്റെ വിഷവാതകം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അയക്കും. ധൈര്യമായിരിക്കുവിൻ, ഞാൻ നന്മയുടെ കുളിർക്കാറ്റായി വന്ന് നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എൻ്റെ വിമല ഹൃദയമാണ് യഥാർത്ഥ അഭയകേന്ദ്രം. ഇവിടെ പ്രവേശിക്കുന്നവർ അന്ത്യനാളുകളിൽ സംരക്ഷിക്കപ്പെടും. ഞാൻ ഫാത്തിമയിലെ ജപമാല രാജ്ഞി. ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. കൂടെ കൂടെ ജപമാല ചൊല്ലുക. എൻ്റെ ഉത്തരീയം ധരിക്കുക. ഉത്തരീയവും ജപമാലയും കൊണ്ട് ഞാൻ ലോകത്തെ രക്ഷിക്കും. മക്കളെ, ഈ കൊടിയ പീഡനങ്ങളുടെ നാളുകളിൽ നിങ്ങൾ വിശ്വാസത്തിൻ്റെ അഗ്നിയാൽ ജ്വലിക്കണം. ഫാത്തിമയിലെ ജപമാല രാജ്ഞിയായ ഞാൻ കൂടെ കൂടെ ജപമാല ചൊല്ലണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. മക്കളെ, നിങ്ങൾക്ക് സമാധാനം. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഫാത്തിമ മാതാവിൻ്റെ ഈ അഭ്യർത്ഥനകൾ നിറവേറ്റിക്കൊണ്ട് ദൈവ കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചുകൊണ്ടും നമ്മുടെ ദൈനംദിന കടമകൾ നിറവേറ്റിക്കൊണ്ടും ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ടും ആദ്യത്തെ 5 ശനിയാഴ്ചകൾ ആചരിച്ചുകൊണ്ടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനുള്ള നമ്മുടെ സമർപ്പണത്തിൻ്റെ അടയാളമായി തവിട്ട് നിറത്തിലുള്ള ഉത്തരീയം ധരിച്ചുകൊണ്ടും എല്ലാ ദിവസവും പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ സന്ദേശങ്ങളോട് പ്രതികരിക്കാം. നർഗസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ, ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടുവാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീന, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.